കോഴിക്കോട് സൗത്ത് മണ്ഡലമാണ് ഇനി നമ്മൾ നോക്കുന്നത്. കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലും വേറൊരു ഭാഗം മാത്രമുള്ളതാണ്, ഒറ്റ ലോക്കൽ ബോഡിയേ ഉള്ളൂ. കോഴിക്കോട് സൗത്തിലെ വോട്ടുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 46,000 വോട്ട്, 40% UDF എടുത്തിട്ടുണ്ട്. LDFന് 38,639 വോട്ട്, NDA 20% വോട്ടുണ്ട്, 22,546 വോട്ട്, അതേഴ്സ് 8,000 വോട്ട്. മെമ്പർമാർ നോക്കി UDFന് 12, LDFന് 7, NDA 7, അതേഴ്സ് 1. NDA ആക്ച്വലി വോട്ട് ഇത്തിരി കുറവാണെങ്കിലും മെമ്പർമാർ 7 ഉണ്ട്. കറക്റ്റ് കോട്ടകളാണ് തോന്നുന്നു. ഇപ്പോൾ കോഴിക്കോട് സൗത്തിന്റെ ഹിസ്റ്ററി ഇപ്പോഴുള്ള സ്ഥാനാർത്ഥികളെ കുറിച്ച് നോക്കാം. സ്ഥാനാർത്ഥികൾ 2011 ലീഗിന്റെ മണ്ഡലമാണ്. ലീഗ് MK മുനീർ ജയിച്ച മണ്ഡലമാണ്. ചെറിയ കൊണ്ട് ജയിച്ചായിരുന്നു. ഇപ്പൊ എന്തായാലും MK മുനീർ ജയിച്ചു. 2016 അദ്ദേഹം തന്നെ നിലനിർത്തിയ മണ്ഡലം ലീഗ് UDF നിലനിർത്തി. 2021 INL ആണ്, LDFന്റെ ഘടകകക്ഷിയാണ് ജയിച്ചത്. അഹമ്മദ് ദേവർകോവിലാണ് ജയിച്ചത്. ലീഗ് 2ാം സ്ഥാനമാണ് പോയത്. നല്ല കൺവിൻസ് 12,000 വോട്ടിന് ജയിച്ചു. 2026 ഇപ്പോഴുള്ളതിൽ INL-നാണ് കൊടുത്തേക്കുന്നത്. അദ്ദേഹം തന്നെ അഹമ്മദ് ദേവർകോവിലാണ് മത്സരിക്കുന്നത്. ലീഗിന്റെ ഫൈസൽ ബാബുവാണ്, BJPയുടെ T റനീഷാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥികൾ. അപ്പം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഭരണവിരുദ്ധത ഉണ്ട് നല്ലപോലെ. അതുമല്ല, UDFന് അനുകൂലമായിട്ട് ട്രെൻഡ്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻസ്, മുസ്ലിങ്ങളുടെ നല്ലൊരു ട്രെൻഡ് UDFന് അനുകൂലമായിട്ടുണ്ട്. LDFന് ഇപ്പോൾ INL-ന് കിട്ടിയ വോട്ടുകളിൽ മുഴുവനായിട്ട് ലീഗിലോട്ട് തന്നെ തിരിച്ചു പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലീഗ് ഇവിടെ ഫസ്റ്റ് എത്തുമെന്നാണ്, UDFനാണ് കോഴിക്കോട് സൗത്ത് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ചിലപ്പോൾ 2ാം സ്ഥാനം NDA എത്താനുള്ള സാധ്യതയുണ്ട്. 2 മുസ്ലിം കാൻഡിഡേറ്റും ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ആകുമ്പോൾ അതുപോലെ ഒരു കോർണറിങ് ഓഫ് ന്യൂനപക്ഷ വോട്ട്, മുസ്ലിങ്ങളുടെ വോട്ടുകൾ മുഴുവനായിട്ട് UDFിലോട്ട് കോർണർ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദു വോട്ടുകൾ കുറച്ചുകൂടെ പിടിച്ചു കഴിഞ്ഞാൽ 2ാം സ്ഥാനം BJPക്ക് എത്താനുള്ള നല്ലൊരു സാധ്യത ഇവിടെ ഉണ്ട്. കാരണം പഞ്ചായത്ത് വോട്ടുകൾ നോക്കുകയാണെങ്കിൽ 22,000 12,000 വോട്ടേ ഉള്ളൂ. ആകെ 16,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. 16,000 വോട്ടും അല്ലെ 20,000 വോട്ടെന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധത കൊണ്ട് അവരുടെ ഒരു പകുതി വോട്ട് കുറഞ്ഞാൽ തന്നെ ഒരു 10,000 വോട്ട് അഡീഷണൽ പിടിച്ചാൽ 2ാം സ്ഥാനം എത്താം. ഞാൻ കോഴിക്കോട് സൗത്ത് എന്തായാലും UDF ജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലീഗ് അത് തിരിച്ചെടുക്കുമെന്ന്. അത് BJP 2ാമത് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ ഒരു അനാലിസിസാണ് ഞാൻ ചെയ്യുന്നത്. LDF 3ാം സ്ഥാനമാണുള്ള സാധ്യതയുണ്ട്.